ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവും അരുണും സുധീഷിനെ നിധിയുടെ റൂമിൽ കിടത്തരുതെന്നും ഡ്രൈവറുടെ റൂമിൽ കിടത്തണമെന്നും പറയുന്നത് സുധീഷ് മറങ്ങി നിന്ന് കേൾക്കുകയും തുടർന്ന് നിധി അവിടേക്ക് വരുമ്പോൾ സുധീഷ് അവരുടെ അരികിലേക്ക് വന്ന് നല്ല ഉറക്കം വരുന്ന നിധി, ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ. അങ്ങനെ സുധീഷ് റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി സുധീഷിന്റെ പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നു, കുറെ നാളുകൾക്ക് ശേഷം അച്ഛനെയും ചേട്ടനെയും ഒക്കെ കാണുന്നതല്ലേ, നിങ്ങൾ സന്തോഷമായി സംസാരിച്ചിരിക്കെ, ഞാൻ റൂമിലേക്ക് പോകുക. ഗുഡ് നൈറ്റ് അച്ഛ, ഗുഡ് നൈറ്റ് അളിയാന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടുകൂടി റൂമിലേക്ക് പോകുമ്പോൾ സുധീഷിനെ തടയാനാകാതെ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും അരുണും. നിധി പുഞ്ചിരിച്ച് അവരുമായി സംസാരിക്കുമ്പോൾ നിധി ഉള്ളതുകൊണ്ട് നിധിയുടെ മുന്നിൽ വെച്ച് സുധീഷിനെ ആ റൂമിൽ നിന്നും അടിച്ചിറക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് അവർ. തുടർന്ന് റൂമിലേക്ക് വന്ന സുധീഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നെയാണോ ഡ്രൈവറുടെ റൂമിൽ നിങ്ങൾ താമസിപ്പിക്കാൻ ശ്രമിച്ചത്? നിങ്ങളുടെ മകള് തന്നെ എന്നെ അവളുടെ റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തിയില്ലേ? ആരുടെ അടുത്താ നിങ്ങളുടെ ഈ നാടകം? അങ്ങനെ സുധീഷ് ചുറ്റും നോക്കി സന്തോഷത്തോടു കൂടി പറയുകയാണ്, എന്താ തണുപ്പ്, കുളിരുന്നു. സുധീഷ്, ഇത് സ്വപ്നമാണോ സത്യമാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ ഇന്ന് നിധിയുടെ റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരേ മുറിയിൽ കിടക്കാൻ പോവുകയാണ്. അയ്യോ, എനിക്ക് നാണം വരുന്നേ. അങ്ങനെ ബെഡിലേക്ക് കിടന്ന് സുധീഷ് പറയുകയാണ്, എന്താ ഒരു സമാധാനം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ബെഡിൽ കിടക്കുന്ന സുധീഷ് പെട്ടെന്ന് കാണുകയാണ് തറയിലൊരു മെത്ത കിടക്കുന്നതായി. ആ മെത്തയിൽ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സുധീഷിന് കിടക്കാൻ തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ് നിധി. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവിടെ എന്തിനാ എക്സ്ട്രാ ഒരു ബെഡ് ഇട്ടിരിക്കുന്നത്? ഒരുമിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു ബെഡ് തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ് എന്റെ ആള്. എന്താ ഒരേ മുറിയിൽ താമസിക്കാമെന്ന് നിധി പറയുന്നതെന്ന് ഞാൻ അപ്പോഴേ സംശയിച്ചതാ. സാരമില്ല, ഇത്രയൊക്കെ മാറ്റം ഉണ്ടായില്ലേ, ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി പെർഫ്യൂം ഒക്കെ എടുത്ത് മണപ്പിച്ച് നോക്കി വെക്കുകയാണ് സുധീഷ്. ഈ സമയം നിധി അവിടേക്ക് വരികയും വാതിൽ അടയ്ക്കുകയുമാണ്. വാതിൽ കുറ്റിയിടാനായി സുധീഷ് പറയുമ്പോൾ നിധി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴത് മുതലേ സുധീഷ് പറയുന്നു, ഇല്ലെങ്കിൽ നിധിയുടെ അച്ഛനും ചേട്ടനും ഒക്കെ ഇങ്ങോട്ട് വരും. നിധി ചോദിക്കണ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? പുഞ്ചിരിച്ച സുധീഷ് പറയുകയാണ്, അത് ശരിയാ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്നെ കൊല്ലുന്നതിനെ പറ്റി ആലോചിക്കുകയായിരിക്കും അവര്. ചോറിൽ വിഷം തന്ന് കൊല്ലണോ അതോ കാറ് കയറ്റി കൊല്ലണോ എന്നുള്ള ഡിസ്കഷനിലായിരിക്കും. സുധീഷ് എന്താ തനിച്ച് സംസാരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അത് വേറൊന്നുമല്ല നിധി, കുറച്ച് മാസങ്ങൾക്ക് ശേഷമല്ലേ നിധിയുടെ വീട്ടുകാര് നിധിയെ കാണുന്നത്. സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും, അതുകൊണ്ടാ പറഞ്ഞത്. നിധി പറയുകയാണ്, അതിനി 5 ദിവസമില്ലേ, ഒരുപാട് സമയമുണ്ട്. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് വാതിൽ കുറ്റിയിടുകയാണ്. സുധീഷ് പറയുകയാണ്, നിധി ബെഡ്ഷീറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, നല്ല തണുപ്പ്, തന്നിരുന്നെങ്കിൽ ഞാൻ പുതച്ച് ഇവിടെ കിടന്നോളാമായിരുന്നു. നിധി ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കുകയാണ്. സുധീഷ് തറയിൽ കിടക്കുന്ന ബെഡിലേക്ക് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷിന് തറയിൽ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? സുധീഷ് പറയുന്നു, എനിക്കെന്താ പ്രശ്നം, നല്ല മെത്തയല്ലേ, AC ഉണ്ട്. നിധി പറയുകയാണ്, സുധീഷ് വേണമെങ്കിൽ കട്ടിലിൽ കിടന്നോളൂ, ഞാൻ തറയിൽ കിടക്കാം. സുധീഷ് പറയുന്നു, അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ തന്നെ കംഫർട്ടബിൾ ആണ്, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. നിധി അവിടെ കിടന്നോ? നിധി ചോദിക്കുന്നു, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്തോന്ന് സുധീഷ് പറയുമ്പോൾ നിധി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷും ഉറങ്ങാനായി കിടക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, നിധി ഉറങ്ങിയോ? അപ്പോൾ നിധി പറയുകയാണ്, ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കിടന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എങ്ങനെ ഉറങ്ങുക? സുധീഷ് പറയുകയാണ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ദേഷ്യപ്പെടരുത്. നിധി പറയുകയാണ്, അത് സുധീഷ് എന്താ ചോദിക്കുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും. സുധീഷ് പറയുകയാണ്, നിധിക്ക് ഭയമല്ലേ, നമ്മുടെ വീട്ടില് നിധിയുടെ റൂമിന്റെ വാതില് കിടന്ന് ഞാൻ വന്നാലേ അയ്യോ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടും. ഇപ്പം ഈ മുറിയില് നമ്മള് മാത്രം, റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് വന്ന് കിടക്കുന്നു നിധി. നിധി പറയുകയാണ്, ഹലോ, ഇത് എന്റെ അച്ഛന്റെ വീടാ, ഇവിടെ അച്ഛൻ ചേട്ടൻ എല്ലാവരും ഉണ്ട്. അങ്ങനെയൊന്നും സുധീഷിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട് സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, എന്തിനാ ചിരിക്കുന്നത്? സുധീഷ് പറയുകയാണ്, നിധി പറഞ്ഞതുപോലെ ഞാൻ നിധി എന്തെങ്കിലും ചെയ്താൽ നിധി എന്തു പറഞ്ഞു ബഹളം വയ്ക്കുമെന്ന് ആലോചിച്ചതാ. അയ്യോ, എന്റെ ഭർത്താവ് എന്റെ ഒപ്പം ഒരേ ബെഡിൽ കിടക്കുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുണ്ട്, അങ്ങനെ പറഞ്ഞു ബഹളം വെക്കുമോ? ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിച്ച് സുധീഷ് പറയുകയാണ്, അതോർത്തപ്പോൾ എനിക്ക് ചിരി വന്നു. ചിരി അടക്കി പിടിച്ച് നിധി പറയുകയാണ്, എനിക്ക് സുധീഷിനോടുള്ള ഭയമെല്ലാം പോയി, സംസാരിക്കാതെ കിടന്നുറങ്ങ്. ഇത് കേട്ട് സുധീഷ് മൂളുമ്പോൾ തിരിഞ്ഞു കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. സുധീഷ് എഴുന്നേറ്റിരുന്ന് സംശയത്തോടുകൂടി നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി ചിരിക്കുന്നത് കണ്ട് പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് പറയുകയാണ്, സാരമില്ല, നിധിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. റൂമിനകത്ത് കാലൂത്താൻ പോലും സമ്മതിക്കില്ലാതിരുന്ന നിധി ഇപ്പം റൂമിൽ വിളിച്ചു കിടത്തിയിരിക്കുവാണ്. അടുത്തത് എങ്ങനെയെങ്കിലും ആ കട്ടിലിൽ കയറി കിടക്കണം, അതാണ് അടുത്ത ടാസ്ക്. ഒരു ഭാഗത്ത് അമ്മായിയച്ഛനും അളിയനും ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും അവര് കാരണമാണ് നിധിക്ക് മാറ്റം ഉണ്ടായത്. ഞാൻ നിധിയുടെ റൂമിൽ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അവര് ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം ക്ഷമിക്കാം. പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന നിധി ചോദിക്കണ, സുധീഷിന് വെള്ളം വല്ലതും വേണോ? സുധീഷ് ചോദിക്കണേ,
എന്താ ഇത് നിധി? ദോ ആ ബോട്ടിലുണ്ട്, അത് മതി. ഇത് കേട്ട് ആ ബോട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാ മതി. പിന്നെ ഡ്രസ്സിംഗ് റൂം ആ സൈഡിലാണ്. സുധീഷ് അത് യൂസ് ചെയ്തു. സുധീഷ് പറയുന്നു, ശരി നിധി, നിധി ഉറങ്ങിക്കോ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഞാൻ ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ കാല് പുറത്തേക്ക് എടുത്തു വെച്ചാൽ ആ ദ്രോഹികൾ എന്നെ കൊല്ലും. നിധി പറയുകയാണ്, എന്റെ അച്ഛനും ചേട്ടനും സുധീഷിനോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ട്. സുധീഷ് പറയുകയാണ്, അതെ അതെ, അവർക്ക് എന്നോട് ഇപ്പൊ ഒരു ദേഷ്യവും ഇല്ല. സ്നേഹമുള്ള അമ്മായിയച്ഛൻ, സ്നേഹമുള്ള അളിയൻ, കണ്ടിറങ്ങിയ വേണ്ടതെല്ലാം ചെയ്തു തരുന്ന അമ്മായിയമ്മ, നല്ലൊരു വീട്. നിധി ചോദിക്കുന്നു, ഹലോ, എന്താ ബന്ധമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്? സുധീഷ് പറയുകയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല നിധി, നിധിയുടെ അച്ഛൻ പറഞ്ഞതാ. എത്ര തവണ എന്നെ മരുമകനെ എന്ന് വിളിക്കുന്നത്? നിധി അത് ശ്രദ്ധിച്ചില്ലേ? അച്ഛനോട് ഈ ചോദ്യം ചോദിക്കണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താ നിധിക്ക് ഉറക്കം വരുന്നില്ലേ? സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിധി പറയുകടാ, ഉറങ്ങണം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ മുറിയിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. സുധീഷ് പറയുകടാ, നിധി പാവാ. നിധിയുടെ റൂമൊക്കെ കാണുമ്പോഴാ നമ്മുടെ വീട്ടില് നിധി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. AC, സൂപ്പർ ബെഡ്, വളവളാന്നുള്ള ടൈൽസ്, ഈ റൂമിൽ നിന്നും പുറത്തേക്ക് പോകണ്ടെന്നുള്ള രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. എന്റെ വീട്ടില് ഇതൊന്നുമില്ല. അവിടെ നിധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലേ? ഇപ്പൊ ഞാൻ നിധിയുടെ റൂമൊക്കെ കണ്ടില്ലേ? അധികം വൈകാതെ ഇതേപോലെ ഒരു റൂം നിധിക്ക് ഞാൻ റെഡിയാക്കി തരുന്നുണ്ട്. AC, ബെഡ്, നിധി എന്ത് ചോദിച്ചാലും ശരി, എല്ലാം റെഡിയാക്കി തരും. നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുധീഷ്, അവിടെ ജനൽ തുറന്നിട്ടാ മതി, നല്ല കാറ്റ് വരും. AC ഒന്നും വേണ്ട. സുധീഷ് പറയുകയാണ്, അതൊന്നും നിധി പറയണ്ട, ഞാൻ AC വാങ്ങി വെക്കും. നിധി പറയുകയാണ്, ശരി, AC വാങ്ങിച്ചു വെക്ക്. എന്റെ റൂമിലേക്ക് വേണ്ട, ഹോളില് മതി, എല്ലാവർക്കും AC-യിൽ ഇരിക്കാമല്ലോ. സുധീഷ് പറയുകയാണ്, അതാണ് നിധി, ഞാൻ നിധിക്ക് മാത്രം AC വെച്ച് തരണമെന്ന് ആലോചിക്കുമ്പോൾ നിധി എല്ലാവരും AC-യിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിധി വേറെ ലെവലാ. നിധി പറയുകയാണ്, മതി മതി, വന്നത് മുതൽ ഓവറായിട്ട് പുകഴ്ത്തുന്നുണ്ട്. എന്താ ട്രൈ ചെയ്യുന്നത്? സുധീഷ് പറയുകയാണ്, തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞതാ നിധി. നിധി പറയുകയാണ്, ശരി ശരി, ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സുധീഷിനെല്ലാം ഓക്കെ അല്ലേ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? സുധീഷ് പറയുകയാണ്, ഭക്ഷണമല്ലേ, നന്നായിരുന്നു. അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെല്ലാം ഒന്നും കിട്ടിയില്ല. നിധി പറയുന്നു, സുധീഷിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. സുധീഷ് പറയുകയാണ്, ശരി, ഉറപ്പായിട്ടും പറയാം. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി കണ്ണടച്ച് കിടക്കുകയാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ് സുധീഷ്. തുടർന്ന് രാവിലെ എഴുന്നേറ്റ് ഹോളിലേക്ക് വന്ന നിധിക്ക് കോഫി കൊണ്ട് കൊടുക്കുകയാണ് ഹേമ. രാജീവ് സന്തോഷത്തോടുകൂടി നിധിയോട് സംസാരിക്കുന്നു. കോഫി കുടിക്കുന്ന നിധി പറയുകയാണ്, ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അമ്മ ഉണ്ടാക്കുന്ന ഈ കോഫിയാണ്. ഹേമ പറയുന്നു, അരുണെ, സാന്ദ്രയുടെ സാന്ദ്രയ്ക്കുള്ള കോഫിയും കൂടിയാ ഞാൻ കൊണ്ടുവന്നത്. അവൾ കുളിക്കുകയാണെന്ന് അരുൺ പറയുമ്പോൾ നിധി പറയുകയാണ്, അമ്മ ഈ കോഫി ഞാൻ എടുത്തോട്ടെ? ഹേമ ചോദിക്കുന്നു, എന്താ ഇത് നീ കുടിക്കുകയാണോ? നിധി പറയുന്നു, എനിക്കല്ലമ്മേ, സുധീഷ് എഴുന്നേറ്റ് കാണും. സുധീഷിന് ഞാൻ കോഫി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ. ഈ കോഫി ഞാൻ എടുക്കുക, ഇത് ഞാൻ സുധീഷിന് കൊടുത്തിട്ട് വരാം. നീ കോഫി കുടിച്ചിട്ട് പോന്ന ഹേമ പറയുമ്പോൾ കോഫി അവിടേക്ക് വെച്ച് നിധി പറയുകയാണ്, ചൂടാറുന്നതിന് മുമ്പേ കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ നിധി കോഫിയുമായി സുധീഷിന്റെ അരികിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ട് രാജീവും അരുണും ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, രാജീവേട്ടാ, ഇവളെന്താ ഇങ്ങനെ മാറിപ്പോയത്? അവന്റെ കാര്യങ്ങളിലൊക്കെ എന്താ ശ്രദ്ധ? കോഫി പോലും കുടിക്കാതെ അവന് ചൂടോടെ കോഫി കൊണ്ടു കൊടുക്കാനായി ഓടിപ്പോയിരിക്കുന്നു. എനിക്കവനെ കാണുമ്പോ തന്നെ ദേഷ്യം വരുക. അവൻ എന്ത് പറഞ്ഞു മയക്കിയെടുത്താ ഇവളെ കല്യാണം കഴിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ഇവക്കിതെന്താ അവനോട് ഇത്ര വലിയ പ്രണയം? തുടർന്ന് സുധീഷ് സന്തോഷത്തോടുകൂടി ബെഡിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഈ സമയം കോഫിയുമായി അവിടേക്ക് വന്ന നിധി ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സുധീഷും ഗുഡ് മോർണിംഗ് പറയുകയാണ്. നിധി കോഫി കൊടുക്കുമ്പോൾ അത് വാങ്ങി സുധീഷ് പറയുകയാണ്, എന്താ നിധി എനിക്ക് കോഫിയുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്? നിധി ചോദിക്കുകയാണ്, അതെന്താ? സുധീഷ് തനിയെ കിച്ചണിൽ ചെന്ന് കോഫി ഉണ്ടാക്കാനായിരുന്നോ? സുധീഷ് പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കോഫി തരുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ബെഡിലേക്ക് തന്നെ ബെഡ് കോഫി വരുമെന്ന് വിചാരിച്ചില്ല. നിധി ചോദിക്കുന്നു, സുധീഷ് ബ്രഷ് ചെയ്തില്ലേ? സുധീഷ് പറയുകയാണ്, ബ്രഷ് ചെയ്തു, എന്നിട്ട് ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഗുഡ് അല്ലേ? പുഞ്ചിരിച്ച് നിധി പറയുകയാണ്, ഗുഡ് ഗുഡ്, താങ്ക് യു എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ശരി, കോഫി കുടിക്ക്, ഞാൻ പുറത്തുണ്ടാകും. അങ്ങനെ നിധി അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുകയാണ്, എടാ സുധീഷ്, ബെഡ് കോഫി ഒക്കെ കൊണ്ടുതരുന്നു. ചിരിച്ച് സംസാരിക്കുന്നു. എന്നോട് പ്രണയം ഇല്ലാതാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് നിധിക്ക് പ്രണയമുണ്ട്. തുടർന്ന് നിധി ഹോളിലേക്ക് വരുമ്പോൾ ഹേമ ചോദിക്കാണ്, എന്താടി കോഫി കൊടുത്തോ? നിധി പറയുന്നു, കൊടുത്തമ്മേ, ഇപ്പൊ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ സുധീഷ്. ഹേമ പറയുകയാണ്, രാജകുമാരിയെ പോലെ ഇവിടെ കഴിഞ്ഞതല്ലേ നീ? ഇപ്പതേ ഓടി നടന്ന് അവന് അടിമപ്പണി ചെയ്യുന്നു. നിധി ചോദിക്കാണ്, ഞാൻ എന്ത് അടിമപ്പണിയാണമ്മ ചെയ്തത്? കോഫി കൊണ്ട് കൊടുത്തതല്ലേ ഉള്ളൂ. ഹേമ പറയുകയാണ്, നീ ഹോളിലേക്ക് വന്ന ഉടനെ നിനക്ക് ഞാനല്ലേടി കോഫി തന്നത്? അതേപോലെ സുധീഷും പുറത്തേക്ക് വരുമ്പോൾ ഞാൻ കോഫി കൊടുക്കില്ലേ? നീ നിന്റെ കോഫി പോലും കുടിക്കാതെ എന്തിനാ കോഫി എടുത്തുകൊണ്ട് ഓടിയത്? നിധി ചോദിക്കുന്നു, അമ്മ അച്ഛനുള്ള സ്ഥലത്തേക്ക് കോഫി കൊണ്ട് കൊടുക്കാറില്ലേ? ഹേമ ചോദിക്കുന്നു, നിന്റെ അച്ഛനും അവനും ഒന്നാണോടി? നിധി പറയുകയാണ്, സുധീഷിന്റെ വീട്ടിലുള്ളവരെല്ലാവരും
എന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ സുധീഷ് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനും സുധീഷിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? രാജീവ് പറയുന്നു, നിധി ഞാൻ പറയുന്നത് കേട്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അവിടെ ഉള്ളവരെല്ലാം നല്ലവരായിരിക്കും, പക്ഷേ ആ വീട് പഴയ വീടാ. ഒരു സൗകര്യങ്ങളും ആ വീട്ടിലില്ല. നിന്നെ അന്ന് ആ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചില്ലേ, ഇപ്പോഴും ആ ചോദ്യം തന്നെ ഞാൻ ചോദിക്കുക, എങ്ങനാ മോളെ നീ ആ വീട്ടിൽ താമസിക്കുന്നത്? നിധി പറയുകയാണ്, അച്ഛാ വീടെന്ന് പറയുന്നത് വെറും കെട്ടിടമല്ലല്ലോ, അവിടെയുള്ള മനുഷ്യരും കൂടിയല്ലേ? അരുൺ ചോദിക്കുന്നു, ആർക്കിടെക്ട് ഡയലോഗ് പറയുകയാണോ? പുഞ്ചിരിച്ച നിധി പറയുകയാണ്, അങ്ങനെയല്ല ഏട്ടാ, ഞാൻ സത്യമാ പറഞ്ഞത്. ഹേമ പറയുകയാണ്, ഇവളിങ്ങനെ മാറിപ്പോയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ വീട്ടില് AC ഇല്ലാതെ ഇവൾ ഉറങ്ങില്ല. അവിടെ AC ഇല്ല, വീട് പഴയതാണ്, സൗകര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നു. അതൊന്നും ഒരു കുറവായിട്ട് ഇവള് കാണുന്നില്ല. ഇതെല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിധി പറയുന്നു, അമ്മേ ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എനിക്കും ആ വീട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അമ്മ. ഒരു വീട് എല്ലാവിധ സൗകര്യത്തോടു കൂടി ഉണ്ടാക്കിയാൽ അത് ഭംഗിയുള്ളതാകില്ല. ആ വീട്ടിലുള്ള മനുഷ്യര് കാരണമേ ആ വീട് നല്ല ഭംഗിയുള്ളതായി മാറുകയുള്ളൂ എന്ന് ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാ എനിക്ക് മനസ്സിലായത്. തുടർന്ന് ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം അനുഭവിക്കണോ വേണ്ടയോ എന്നറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ വിളിച്ചാൽ നിധി വരുമോ? വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചിട്ട് നിധി ഇവിടേക്ക് വരികയാണെങ്കിൽ എന്റെ അമ്മായിയച്ഛന് ദേഷ്യം കൂടും. അതൊരു നല്ല കാര്യമല്ലേ? അയാളുടെ സ്വസ്ഥത പോട്ടെ. അങ്ങനെ സുധീഷ് പതിയെ നിധിന്ന് വിളിക്കുകയാണ്. സുധീഷ് പറയുകയാണ്, എനിക്ക് തന്നെ കേട്ടില്ല, പിന്നെ എങ്ങനെ അവള് കേൾക്കുക? സുധീഷ് ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് നിധി റൂമിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു. വീണ്ടും സുധീഷ് നിധിന്ന് വിളിക്കുമ്പോൾ നിധി പറയുകയാണ്, ദാ വരുന്നു സുധീഷ്. ഇത് കേട്ട് സുധീഷ് മൂളുമ്പോൾ നിധി പറയുകയാണ്, അമ്മേ സുധീഷ് വിളിക്കുന്നുണ്ട്, എന്താന്ന് ചോദിച്ചിട്ട് വരാമേ. അങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഹേമയെ പിടിച്ചു മാറ്റി അകത്തേക്ക് ഓടി പോവുകയാണ് നിധി. ഇതുകൊണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും അരുണും ഹേമയും. ഹേമ ചോദിക്കുന്നു, രാജീവേട്ട എന്താ ഇത്? എന്തൊരു ഓട്ടോ അവൾ ഓടുന്നത്? അരികിലേക്ക് വന്ന നിധി സുധീഷിനോട് ചോദിക്കുന്നു, വിളിച്ചായിരുന്നോ? സുധീഷ് ചോദിക്കുകയാണ്, ഞാനോ? അവൾ നിധി പറയുകയാണ്, അതെ സുധീഷ് വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. സുധീഷ് പറയുകയാണ്, അതെ അതെ, കുളിക്കണം, ബാത്റൂമിൽ ഹീറ്റർ ഉണ്ടോ? നിധി പറയുന്നു, അതെല്ലാം ഉണ്ട്, ടവല് വേണോ? ഉണ്ടെങ്കിൽ താന്ന് സുധീഷ് പറയുമ്പോൾ നിധി ടവൽ എടുത്ത് കൊടുക്കുകയാണ്. അത് വാങ്ങി സുധീഷ് താങ്ക്സ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പുറത്തുണ്ടാകും. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുകയാണ്, ടവല് തരുന്നു, കോഫി തരുന്നു, ബെഡ്ഷീറ്റ് തരുന്നു, റൂമിൽ കിടക്കാൻ പറയുന്നു. എന്താ ഒരു കെയർ. തുടർന്ന് സാന്ദ്രയുമായി സംസാരിച്ചിരിക്കുന്ന നിധി ബോറടിക്കുന്നു പറയുകയും അവിടെ ആണെങ്കിൽ നികേഷ് കൂട്ടിലുണ്ടായിരുന്നു. നികേഷിന്റെ കൂടെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പൊ സാന്ദ്ര പറയുകയാണ്, നിധിയുടെ ബോറടി മാറണം, ഞാൻ ഇന്ന് മുഴുവൻ നിധിയുടെ ഒപ്പം ഉണ്ടാകും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിധി പറയുകയാണ്, എങ്കിൽ നമുക്ക് ക്ഷേത്രം വരെ പോയിട്ട് വന്നാലോ? ശരി എന്ന് പറഞ്ഞ് സാന്ദ്ര അകത്തേക്ക് പോവുകയാണ്. സാന്ദ്ര ഹേമയോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഹേമ നിധിയോട് പറയുന്നു, വണ്ടിയിൽ പോയാ മതി. നിധി പറയുകയാണ്, അടുത്തല്ലേ, നടന്നു പോയിട്ട് വരാം. ഏട്ടത്തേക്ക് കുഴപ്പമുണ്ടോ നടക്കാൻ? ഒരു കുഴപ്പമില്ല, നമുക്ക് നടന്നു പോയിട്ട് വരാമെന്ന് സാന്ദ്രയും പറയുന്നു. ശേഷം സന്തോഷത്തോടു കൂടി നിധിയും സാന്ദ്രയും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച് ഹേമ മനസ്സിൽ പറയുകയാണ്, ഇവളിങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് എത്ര നാളായി. ഇനി നീ ഇവിടെ ഉണ്ടാകണം നിധി, അതാണ് എന്റെ ഒരേ ഒരു ആഗ്രഹം. തുടർന്ന് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാജീവിന്റെ അരുണിന്റെ അരികിലേക്ക് വന്ന് നിഹാരികയെ സ്കൂളിൽ കൊണ്ടുവിടുന്ന കാര്യം പറയുകയാണ് ഹേമ. തിരക്കിലാണ്, കൊണ്ടുവിടാൻ സമയമില്ലെന്ന് അരുൺ പറയുമ്പോൾ ഹേമ പറയുകയാണ്, സാന്ദ്രയും നിധിയും ക്ഷേത്രത്തിൽ പോയിരിക്കുക, അല്ലെങ്കിൽ സാന്ദ്ര കൊണ്ടുവിട്ടേനെ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യമുണ്ട്, നിധി ഇനി ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല, ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. അരുൺ പറയുന്നു, അമ്മ വിഷമിക്കേണ്ട, നിധി ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. രാജീവ് പറയുന്നു, ഹേമേ നീ ഡ്രൈവറെയും കൂട്ടി നിഹാരികയെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വാ. അരുൺ പറയുകയാണ്, ഡ്രൈവറെ ഞാൻ കടയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അച്ഛാ. രാജീവ് പറയുകയാണ്, ഒരു ഡ്രൈവർ വീട്ടിൽ വേണ്ടേ അരുണെ? എന്തിനാ ഡ്രൈവറിനെ കടയിലേക്ക് പറഞ്ഞു വിട്ടത്? ഇവിടെയുള്ള സ്ത്രീകൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഡ്രൈവർ ഇവിടെ വേണ്ടേ? അരുൺ പറയുകയാണ്, അക്കൗണ്ട്സ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ, ഞാൻ ഓട്ടോയിൽ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് ഹേമ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, ഓട്ടോ ഒക്കെ എന്തിനാ, അത് ശരിയാകില്ല. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, നമ്മൾ ഡ്രൈവറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർ തന്നെ വന്നു. സുധീഷ് അവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകുമ്പോൾ രാജീവ് ഉറക്കെ പറയുന്നു, ഹലോ ഡ്രൈവർ, ഇങ്ങോട്ട് വന്നേ. സുധീഷ് അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു, ഞാൻ നിന്നെ ഡ്രൈവർ എന്ന് വിളിച്ച ഉടനെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിന്നെ മരുമകനാക്കാമെന്ന് വിചാരിച്ചാലും നീ ഡ്രൈവർ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണല്ലോ. പോയി നിന്റെ ഡ്രൈവർ ജോലി നന്നായി ചെയ്യും. മാഡത്തിന് കുട്ടിയെ കൊണ്ട് സ്കൂളിലേക്ക് പോണം, അവരെ സൂക്ഷിച്ചു കൊണ്ട് വിട്ടിട്ട് വാ. സുധീഷ് തിരിഞ്ഞ് ഹേമയെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എന്താ നീ ഡ്രൈവർ അല്ലേ, മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വാ. ഹേമ പറയുകയാണ്, ഞാൻ നിഹാരികയും കൂട്ടിക്കൊണ്ട് വരാം. അരുൺ പറയുകയാണ്, അച്ഛൻ ഇവനാണോ ഒരാഴ്ചത്തെ സമയം കൊടുത്തത്? 2 ദിവസത്തിനുള്ളിൽ ഇവൻ ഇവിടെ ഓടിപ്പോകും. രാജീവ് പറയുകയാണ്, നീ ആളറിയാതെയാ മുട്ടിയത്, നീ വെല്ലുവിളിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ നിന്നെ എന്റെ വീട്ടിലെ ഡ്രൈവർ ആക്കിയത് കണ്ടോ? ഇത് വെറും തുടക്കം മാത്രമാ. ഉടനെ തന്നെ നിധി തന്നെ നിന്നെ വലിച്ചെറിയും. പിന്നെ എന്റെ മകൾ എന്റെ വീട്ടിലുണ്ടാകും. നീ തെരുവിലൂടെ പിച്ചെടുക്കണം, അത് ഞങ്ങൾക്ക് കാണണം. ഈ സമയം നിഹാരികയും കൂട്ടിക്കൊണ്ട് ഹേമ അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, സൂക്ഷിച്ചു പോയിട്ട് വാ. ഡ്രൈവർ
ഡ്രൈവർ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അങ്ങനെ രാജീവ് കാറിന്റെ കീ സുധീഷിന്റെ നേരെ എറിയുകയാണ്. സുധീഷ് അത് കയ്യിലേക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും താക്കോല് താഴേക്ക് വീഴുകയാണ്. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, മിസ്സായി പോയല്ലോ സുധീഷെ. താക്കോലും എടുത്ത് ദേഷ്യത്തോടു കൂടി സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിഹാരികയും കൂട്ടിക്കൊണ്ട് പിന്നാലെ പോവുകയാണ് ഹേമ. തുടർന്ന് സുധീഷും നിധിയും രാജീവും അരുണും സാന്ദ്രയും ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഹേമ. നിധിയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ് ഹേമ. മരുമകനും കൂടി കൊടുക്കുന്ന രാജീവ് പറയുമ്പോൾ കഴിക്കെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് ഹേമ സുധീഷിനും കറി വിളമ്പി കൊടുക്കുകയാണ്. സുധീഷിന്റെ പ്ലേറ്റിൽ കറികൾ കുറവാണ്. ഇത് രാജീവ് ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് പറയുന്നു, ഉച്ചക്കത്തെ പോലെ കുറച്ച് കഴിച്ചാൽ പോരാ സുധീഷ്, നന്നായിട്ട് കഴിക്കണം. ഇവിടുന്ന് പോകുമ്പോൾ സുധീഷിന്റെ വെയിറ്റ് കൂടണം. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് പ്ലേറ്റിലേക്ക് ശ്രദ്ധിക്കുന്ന നിധി സുധീഷിന് കറികൾ വിളമ്പി കൊടുക്കുകയാണ്. നിധി മതിന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ചിക്കൻ ഇഷ്ടമല്ലേ സുധീഷിന്, കഴിക്ക്, ചിക്കൻ അമ്മ നന്നായിട്ടുണ്ടാക്കും, കഴിച്ചു നോക്ക്. ഇത് കണ്ട് എല്ലാവരും ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ്. ആ ചിക്കൻ എടുത്ത് കഴിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ നോക്കുകയാണ് സുധീഷ്. രാജീവ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് ചോദിക്കുന്നു, സുധീഷ് എത്ര വർഷമായി ഡ്രൈവറിന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? സുധീഷ് പറയുകയാണ്, 10 വർഷമായി. രാജീവ് പറയുകയാണ്, കോളേജ് കഴിഞ്ഞ ഉടനെ ഡ്രൈവർ ജോലിക്ക് കയറിയതാണല്ലേ? അറിയാൻ വേണ്ടി ചോദിച്ചതാ. സുധീഷ് പറയുകയാണ്, അതെ, കോളേജിൽ നിന്നും ഇറങ്ങിയ ഉടനെ ഞാൻ ട്രാവൽസിൽ ജോയിൻ ചെയ്തു. അരുൺ ചോദിക്കുന്നു, നിധിക്ക് സുധീഷ് ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കാര്യം കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു? ഒന്ന് പതറി നിധി പറയുന്നു, അറിയുമായിരുന്നു ചേട്ടാ, സുധീഷ് എന്നോട് പറഞ്ഞായിരുന്നു. രാജീവ് പറയുകയാണ്, എത്ര നാളായി ഇനിയും സുധീഷ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക? ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണ്ടേ? സുധീഷ് പറയുകയാണ്, ബിസിനസ് ഐഡിയാസ് ഒക്കെ ഒരുപാടുണ്ട്, അതിനൊക്കെ കുറച്ച് പണം വേണമല്ലോ. ആ പണം റെഡിയാക്കാൻ കുറച്ച് സമയം വേണമല്ലോ. ഇപ്പൊ ഉള്ളത് വെച്ച് ഞാൻ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് ചെയ്യണം, ഒരുപാട് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇപ്പൊ ഇല്ല. ജീവിതം നന്നായി പോകുന്നുണ്ട്, പതിയെ സമ്പാദിക്കാമല്ലോ. രാജീവ് പറയുകയാണ്, സുധീഷ്, ഇതൊക്കെ ഒരു ബാച്ചുലറിന് സംസാരിക്കാം, പക്ഷേ ഒരു കുടുംബസ്ഥൻ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നമുക്കിവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്, നോക്കി നടത്താൻ ആളില്ല. ഞാനും അരുണും വേണം എല്ലാം നോക്കാൻ. സുധീഷും ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങും, അതൊക്കെ ഒന്ന് നോക്കി നടത്ത്. ഇത് കേട്ട് സംശയത്തോടുകൂടി സുധീഷ് രാജീവിനെ നോക്കുമ്പോൾ നിധി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. രാജീവ് പറയുകയാണ്, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. നിധി ചോദിക്കുന്നു, അതെങ്ങനെയാച്ചാ സുധീഷ് ഇവിടെ നിന്ന് ബിസിനസ് നോക്കുക? സുധീഷിന് അവിടെ ഒരു കുടുംബമുണ്ട്, ജോലിയുണ്ട്, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് സുധീഷ് എങ്ങനെ ഇവിടേക്ക് വരും? രാജീവ് പറയുകയാണ്, അത് ശരിയാ, അത് വേണ്ട. അപ്പം തിരുവനന്തപുരത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? അവിടെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആലോചിക്കുന്നത്. സുധീഷ് നോക്കി നടത്താമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് തുടങ്ങാം. എന്ത് പറയുന്നു സുധീഷ്? സുധീഷ് പറയുകയാണ്, അത് വേണ്ട, എനിക്ക് ബിസിനസ് ഒന്നും ശരിയാകില്ല. അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. രാജീവ് പറയുകയാണ്, ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല. ഞാൻ എന്താ ജനിച്ചപ്പോഴേ ബിസിനസ് പഠിച്ചിട്ടാണോ വന്നേ? പതിയെ പതിയെ പഠിച്ചെടുക്കും. നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പറ്റുക എന്ന് പറ, അത് ഞാൻ തുടങ്ങിത്തരാം. എന്ത് പറയുന്നു? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, കുറച്ചുനാൾ കഴിയട്ടെ, പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാം. രാജീവ് പറയുകയാണ്, സുധീഷ് മടിക്കണ്ട, നിധിയുമായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും സാരമില്ല, ഞാനുണ്ട് നിങ്ങൾക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ധൈര്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും മരുമകനെ. സുധീഷ് പറയുകയാണ്, അഭിനയിച്ച് തകർക്കുകയാണല്ലോ, ഒരു അവാർഡ് കൊടുക്കണം. തുടർന്ന് അവരെല്ലാവരും ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. രാജീവും സുധീഷും ദേഷ്യത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്